ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. ഇത് കറുമസാലപ്പൊടിയാണ്. ഇത് ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇത് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൊടിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പൊടിഞ്ഞതാണ്. ഇത് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണ്, ചെറുനാരങ്ങൻ്റെ നീരിന് വേണ്ടിയിട്ട് 1 ചെറുനാരങ്ങ. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച നീരാണ്. അത് നമ്മൾ ചതച്ചത് ഇതിൽ നിന്ന് എടുത്തതാണ്. 1 കുടം വെളുത്തുള്ളിയും അതിൽ അത്ര തന്നെ ഇഞ്ചിയുമാണ്. ഇത് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കൂട്ടൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പ് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കാം. ഇത് എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കണം. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം ഇതൊരു കുക്കർ തന്നെ വെച്ചേക്കണം. എന്താ വെച്ചാൽ നമുക്ക് എയർ കടക്കാതെ നല്ലവണ്ണം ഒന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊരു കുക്കറിൽ തന്നെ ഞാൻ അങ്ങനെ മൂടി വെക്കുകയാണ്. ഇതൊരു 2-3 മണിക്കൂർ ഇരിക്കണം. 2 മണിക്കൂർ മാക്സിമം ഇരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിലേക്ക് ആ എരിവും പുളിയൊക്കെ പിടിക്കുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂറിൽ കുറയാതെ ഇരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളിങ്ങനെ കുക്കറിൽ മൂടി വെക്കണില്ല എന്നുണ്ടെച്ചെങ്കിൽ ഇത് നല്ലവണ്ണം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഫീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഇത് നമ്മളൊന്ന് കായം തേച്ച് വെച്ചതൊന്ന് നമ്മൾ തുറന്ന് നോക്കുക. നോക്കി, ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സി എടുത്തിട്ട് ഇതിലേക്കുള്ള കൂട്ടാണത്. ഉപ്പ് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര, 6 മുളകും ഉപ്പും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. മല്ലിൻ്റെ ഇല, 2 തണ്ട് മല്ലിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. 1 മുട്ട. ഇത് നമ്മൾ നല്ലവണ്ണം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരിക. ഇപ്പോൾ വെള്ളം തീരണ്ടെങ്കിൽ നമുക്ക് മുട്ട അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. ഞാൻ ഇപ്പോൾ 2-3 മണിക്കൂറായി. ഇത് 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മുട്ടിക്കുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 6 ചേർത്തത്. നിങ്ങൾക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും നിങ്ങൾക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിത് നല്ലവണ്ണം ഒന്ന് അടിച്ചിട്ട് വരട്ടെ. നല്ല അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് അരിയാത്തതുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇതിലാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഈ എണ്ണയിൽ നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഒരു കറാമ്പട്ട ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. അങ്ങനെ ചൂടാക്കി എടുത്തിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോണത്. ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പുണ്ടാകുന്ന നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് നമ്മളെ ചിക്കനിലേക്കൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. നമ്മളിത് കുറച്ച് സമയം മുന്നേ റെഡിയാക്കി വെച്ചതുകൊണ്ട് ചിക്കനിക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കറാമ്പട്ട ഇട്ട് നല്ല ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പട്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നല്ല പട്ടൻ്റെ ടേസ്റ്റ് കിട്ടും. അത് നല്ല മുരിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്.
ഇത് ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇത് റവയാണ്. ഈ റവ ഇതിൽ മുക്കിയിട്ട് വേണം നമുക്കത് പൊരിച്ചെടുക്കാൻ. ഓരോ പീസും ഇങ്ങനെ എടുത്തിട്ട് ഈ റവയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. നാരങ്ങനീരൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നല്ല മുരിഞ്ഞിരിക്കരുത്. മുരിഞ്ഞാൽ ഇങ്ങാട്ടും ടേസ്റ്റ് കുറച്ച് മുരിച്ചിൽ കുറവാക്കി എടുക്കുന്നത് മാതിരിയാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെ വെച്ചാൽ അതുപോലെ എടുക്കാം. ഞാനിത് നല്ലോണം മുരിയാതെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടിലാക്കി കൊടുത്താൽ പുറം വേഗം മുരിഞ്ഞ് കിട്ടും ചെയ്യും, ഉള്ളിൽ മുരിച്ചിൽ കുറവായിരിക്കും. ഇത് ഒക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. റവയിൽ മുക്കിയതായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മുരിഞ്ഞകണമെന്ന് തോന്നില്ല. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടുണ്ട്. റവയിൽ മുക്കിയതായത് കൊണ്ടാണ് ഇത് വെളുത്തുകൊണ്ട് കാണുന്നത്. കംപ്ലീറ്റും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തിലെങ്കിലും അല്ലെങ്കിൽ എണ്ണ വാരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ, ഒരു ഓട്ടപാത്രത്തിൽ എടുത്ത് വെക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മുരിഞ്ഞാൽ ഇതിൽ ഈ പാത തിളക്കണ പോലെ ഉള്ള ഇത് നിൽക്കുന്നാൽ ഇതിൽ വെന്തിരിക്കുന്നത് അറിയാൻ കഴിയും. നല്ല തിളച്ച് പൊന്തിരുന്ന അതെല്ലാം ഇപ്പം അമർന്നിട്ടുണ്ട്. അത് അമർന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം വെന്തിട്ടുണ്ടെന്ന്. ഞാവാത്തത് ഒന്നും കൂടി മറിച്ചിട്ട് കാണ്ടും അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ കറാമ്പട്ട നമുക്ക് വേറെ ഇതിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് എണ്ണയൊക്കെ വാർന്നതിന് ശേഷം ഇത് എടുത്തു വെച്ചാൽ മതി. നിങ്ങൾക്ക് കറാമ്പട്ട പൊടിക്കണിക്കും യൂസ് ചെയ്യാം. വേറെ കറിയിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ്.